ചോദ്യം ചോദിക്കുമ്പോ ഞാനാണ്, പക്ഷെ ഞാൻ അത്ര ക്രൂരനല്ല. നിങ്ങൾ ആരാണ്? എന്തിനോട് വന്നു? അത് തന്നെ ഞാൻ തിരിച്ചു ചോദിക്കുന്നു. ഇതെന്റെ വീടാണ്. ഓഹോ, ഇതെന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ വീടാണ്. ഓഹോ, അപ്പൊ ശ്യാമിന്റെ ഫ്രണ്ട് ആണല്ലേ? അതെ, പക്ഷെ ശ്യാമിന്റെ വീട് എങ്ങനെ നിങ്ങളുടെ വീടായി എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ശ്യാമിന്റെ ഭാവി വധുവാണ്. ഓഹോ, എന്ന് വെച്ചാൽ ശ്യാം കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് അല്ലേ? എന്നിട്ടാണോ ഒരു അന്യപുരുഷനായ എന്നെ നിങ്ങൾ കയറി കെട്ടിപ്പിടിച്ചത്? നിങ്ങൾക്ക് ലജ്ജയില്ലേ? ശ്യാം ആണെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ നിങ്ങളോ? നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നോ? ഒരു പെൺകുട്ടിയെ നിങ്ങൾ എങ്ങനെ കെട്ടിപ്പിടിച്ചു? ശ്യാമാണെന്ന് കരുതിയാണ് ഞാൻ നിങ്ങളെ ആശ്ലേഷിച്ചത്. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാനൊരു പെണ്ണാണെന്ന്? ഞാൻ വിചാരിച്ചു ശ്യാം ചിരിച്ചതാണെന്ന്. പോട്ടെ, നമുക്ക് രണ്ടുപേർക്കും തെറ്റുപറ്റി. പക്ഷെ ഒരു ചെറിയ തെറ്റ് ചിലപ്പോൾ മറ്റൊരു വലിയ ശരിയിലേക്കുള്ള വഴികാട്ടിയായി. ഇന്നലെ ചെയ്തോരബദ്ധം ഇന്നത്തെ ആചാരമാകാം, അത് നാളത്തെ ശാസ്ത്രവുമാകാം എന്ന് കുമാരനാശൻ പാടിയിട്ടുണ്ട്. ശ്യാമാണെന്ന് കരുതിയിട്ട് തന്നെയാണോ സത്യത്തിൽ നിങ്ങളിത് ചെയ്തത്? എങ്കിൽ ഞാൻ മാപ്പ് തരാൻ ഒരുക്കമാണ്. മാപ്പ് തന്നാൽ മായ്ച്ചു കളയാൻ കഴിയില്ലല്ലോ ഈ സ്പർശന സുഖം. സത്യം പറയട്ടെ, എന്റെ ജീവിതത്തിൽ ഇന്നോളം ഒരു പെൺകുട്ടിയെ ഞാൻ നോക്കിയിട്ട് പോലുമില്ല. ഒരിക്കലും ഈ ആശ്ലേഷം എന്റെ മനസ്സിൽ നിന്നും വായികയില്ല. പണക്കാരനാണെങ്കിലും അവിവാഹിതനായ ഞാൻ എങ്ങനെ ഇനി മറ്റൊരു പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കും? അതുകൊണ്ട് 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 മാത്രമല്ല, എല്ലാം കൊണ്ടും ഐ ലവ് യു, ഐ ലവ് യു. വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് ഞാനെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാഡം, ഞാൻ പറയുന്നതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഞാൻ ആ കുട്ടിയോട് പറയുകയായിരുന്നു ശ്യാം എത്രമാത്രം അവളെ ലവ് ചെയ്യുന്നുണ്ടെന്ന്. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ശ്യാം അവളെ ലവ് ചെയ്യുന്നു എന്നാണോ അർത്ഥം? അല്ല, ഐ ലവ് യു എന്ന് ഇവളെ പറ്റി എന്നോട് ശ്യാം പറഞ്ഞതിനെ പറ്റി ഞാൻ അവളോ. മനസ്സിലായി, വിഷമിക്കണ്ട. അമ്മച്ചി എന്തോ തെറ്റിദ്ധരിച്ചുകൊണ്ട്. ഞാൻ ആരുടെയും അമ്മച്ചി അല്ല. അല്ല, പ്രായം കൊണ്ട് ഒരിക്കലുമല്ല. പക്ഷെ സ്നേഹത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും മുമ്പിൽ ആരും അമ്മായിയെ അമ്മച്ചി എന്ന് വിളിക്കും. ദാ ഇനി ആവർത്തിക്കില്ല. ആ, അമ്മായി നേര് പറ. അമ്മായിക്ക് എത്ര വയസ്സായി? 30ഓ 32ഓ? അതില് കൂടുതലൊക്കെ ഉണ്ട്. ഏതായാലും 33 കൂടില്ല, കൂടാൻ ഞാൻ സമ്മതിക്കൂല. അമ്മായി അളിയോ, പൊന്നളിയാ, നീ എവിടെ ആയിരുന്നു അളിയോ? എന്റെ പൊന്നളിയാ, കൈയെടുക്കാൻ നിനക്ക് എന്ത് വെച്ചോ? ഇവൻ ഇങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. എനിക്ക് നിന്നോട് സ്നേഹോ? എന്തിനെ? അത് കളാ, എനിക്ക് നിന്നെ അറിഞ്ഞൂടെ? എന്തിനാണ് എന്നോടുള്ള സ്നേഹം ഒളിച്ചു വെക്കുന്നത്? നിനക്ക് അങ്ങനെ വല്ല തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലേ അതിപ്പോ തന്നെ മാറ്റിയേക്കാം. എനിക്ക് നിന്നോട് അശേഷം സ്നേഹമില്ലെന്ന് മാത്രമല്ല, നിന്നോട് അർപ്പം വെറുപ്പാണ്. ഇറങ്ങട്ടെ വെളിയിൽ. നീ എങ്ങനെയൊക്കെ എന്നെ തള്ളി പറഞ്ഞാലും ശരി, നിമിഷം പ്രതി നിന്നോടുള്ള സ്നേഹം എനിക്ക് വർദ്ധിച്ചു വരിക. എനിക്കും വർദ്ധിച്ചു വരുന്നുണ്ട്. സ്നേഹമല്ല, കൈയുടെ തരിപ്പ ആശേഷിക്കാനായിരിക്കും. എനിക്കറിയാളിയാ, അതാളിയാ സ്നേഹം. ഇതാണ് സ്നേഹമെങ്കിലേ ഇതിന്റെ മൂർധന്യാവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ മറന്ന് പ്രവർത്തിക്കും. അതൊരു മരണത്തിൽ കലാശിക്കും. അതാണല്ലേ സ്നേഹം. ഇതെന്താ? ഇതെന്താന്ന്? ലിപ്സ്റ്റിക്കോ? എന്താണ്? ചോദിച്ചിട്ടില്ലേ? അത് രാവിലെ ഷേവ് ചെയ്തപ്പോ മുറിഞ്ഞ ചോര, ചുവന്ന ചോര. നിന്റെ ചോരയ്ക്ക് എന്താടാ സെന്നിന്റെ മണം? അത് അന്തസ്സുള്ള ആൾക്കാരുടെ ചോരയ്ക്ക് ചിലപ്പം സെന്നിന്റെ മണം കാണും. അത് അസൂയപ്പെടുന്ന കാര്യമില്ല. നിന്റെ ഉദ്ദേശം എന്താണ്? നീ ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ അവരുടെ നിയമം അനുസരിച്ച് 3ഓ 4ഓ കല്യാണം കഴിക്കാമായിരുന്നു. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇങ്ങനെ എന്ന് പോലെയാണ് ഹിന്ദുക്കൾക്ക് 3ഉം 4ഉം കല്യാണം കഴിക്കാനുള്ള നിയമം ഉണ്ടായത്. ഭാര്യമാരാണെങ്കിലേ പ്രശ്നമുള്ളൂ. ഭാവി വധു എന്നൊരു ഏർപ്പാടിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒരു ഭാര്യയുടെ എല്ലാവിധ ഗുണങ്ങളും ഒരു ഭാവി വധുവിൽ നിന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ ഭാര്യമാരുടെ ഒരു ദൂഷ്യവും നമ്മൾ അനുഭവിക്കാൻ വേണ്ട. മനഃശാസ്ത്രപരമായി കൈകാര്യം ചെയ്താൽ പെണ്ണൊരു സുഖമുള്ള ഏർപ്പാടാ മോനെ. അട്ടെ, എന്തുദ്ദേശിച്ചില്ല അളിയൻ ഇവിടെ കറങ്ങി നടക്കുന്നത്? അല്ല, ഈ 3എണ്ണത്തിനെ ഒറ്റയ്ക്ക് നീ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഈ വിഷമവൃത്തത്തിൽ നിന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങനെ പോവുക? എന്റെ പൊന്നളിയൻ അതോർത്ത് വിഷമിക്കണ്ട. പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്. ചെല്ല് 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 ചെല്ല്. എന്നാലും എനിക്കൊരു മനോവിഷമളിയാ. ഇത് മനോവിഷമല്ല അളിയ, ഇത് അസൂയാണ് അളിയ, അസൂയ. അതാ അതിന്റെ പേര്. അളിയൻ പോകുന്നുണ്ടോ അതോ അളിയന്റെ തടി ഞാൻ ചീത്തയാക്കണോ? ഇപ്പൊ പെട്ടെന്ന് ഞാൻ എവിടെ പോവാനാ? വേറൊരു സ്ഥലം എത്താ ഞാൻ ഉടനെ മാറിയേക്കാം. ഉറപ്പാണ്? ഉറപ്പാണളിയ. ആ, എന്നാലും നീ എന്നെ ഒരു അന്യനായി കണക്കാക്കുന്നതിൽ എനിക്ക് വളരെ സങ്കടമുണ്ടല്ലേ. നീ ഒന്ന് മനസ്സിലാക്ക്,
എന്നെ പോലെ ആത്മാർത്ഥ സ്നേഹിതനെ നിന്റെ ജന്മത്തിൽ നിനക്ക് കിട്ടത്തില്ല. എന്നെ വിശ്വസിക്കളിയാ? അല്ലെ കൈ കൊടുക്കളിയാ? ശരിയാവൂല. എത്ര കാലമായി ആ വാതിൽ ഒരു കൊളുത്ത് വെച്ചൂടെ? പിന്നെ ഗജനാവല്ലേ, കുറ്റിയും കൊളുത്തും ഏഴ് പൂട്ടിട്ട് പൂട്ടാൻ. പിന്നെ ഈ നാടകം ബുക്ക് ചെയ്യാൻ വരുന്നതൊക്കെ കക്കൂസിലോട്ട് വിളിച്ചോണ്ട് വരുന്ന എന്തിനാ? നാടകം ബുക്ക് ചെയ്യാനോ? അവനിവിടെ താമസിക്കാൻ വന്ന പുതിയ ആളാ. നിന്നെ പോലെ ജോലിയും പണിയില്ലാത്ത ഒരു അലവലാതി. ഈ പിശാചാണ് ഇവിടെ താമസിക്കാൻ വന്നിരിക്കുന്നത്. പിശാച? ഏത് പിശാച? മത്തായിച്ചേട്ടാ, ഇവൻ കള്ളനാണ്, പോക്കറ്റടിക്കാരൻ. മത്തായിച്ചേട്ടാ, ഇവൻ ആര് തെറ്റിയതാ? മിണ്ടരുത്. ഇപ്പം ഈ നിമിഷം ഇവിടെ ഇറങ്ങണം. ഇറങ്ങണം. അത് മത്തായിച്ചേട്ടൻ പറയട്ടെ. മത്തായിച്ചേട്ടൻ പറഞ്ഞാലേ നീ ഇറങ്ങത്തോളാം. അതല്ലേ എന്റെ ശരി. ആ, ഇങ്ങോട്ട് പറയേ. നീ ഇവിടുന്ന് ഇറങ്ങും, ഞാൻ നോക്കട്ടെ. മത്തായിച്ചേട്ടാ, സത്യമായിട്ടും എന്റെ അമ്മയാണ് സത്യം. അവൻ പറയുന്നല്ലോ ഞാൻ പോക്കറ്റടിക്കാരനോ കള്ളനോ ഒന്നുമല്ല. മത്തായിച്ചേട്ടനെ പോലെ തങ്കപ്പെട്ടൊരു മനുഷ്യൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. മരിച്ചുപോയ എന്റെ അച്ഛനെ പോലെ എനിക്ക് മത്തായിച്ചേട്ടൻ. ഞാൻ ഒരു കള്ളനായിരുന്നെങ്കിൽ ഒരു ജോലി അന്വേഷിച്ച് ഇങ്ങനെ നടക്കുവോ? ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുവോ? അവന്റെ ഒരു പെട്ടി ഏതെങ്കിലും പാവങ്ങളുടെ പിടിച്ചു കുറച്ചായിരിക്കും. കള്ളൻ. അവന്റെ ഒരു സഞ്ചി. ഇറങ്ങിപ്പോടാ. ഗോപാലകൃഷ്ണൻ, നീ എന്തായി കാണിക്കുന്നത്? മത്തായിച്ചൻ ഒരു അക്ഷരം പറയരുത്. ഒരക്ഷരോ? ഏതക്ഷരം? മത്തായിച്ചൻ ഈ പ്രശ്നത്തിനകത്ത് ഇടപെടണ്ടെന്ന്. വേണ്ടേ? വേണ്ട. നിന്ന് കുണുങ്ങാതെ ഇറങ്ങി പോടാ. അവിടെ എന്താ നിന്റെ പേര്? മത്തായിച്ച. മത്തായിച്ചെന്ന് എന്റെ പേരല്ലേ? നിന്റെ പേരല്ലല്ലോ. ഞാനിവിടുത്തെ വാച്ചറൊന്നല്ലല്ലോ, ഓണറല്ലേ. എനിക്കും പറയാനുള്ള ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. രാമകൃഷ്ണ, ആ പെട്ടിയോടെ രാമകൃഷ്ണല്ല, ബാലകൃഷ്ണൻ. എന്ത് കൃഷ്ണങ്കിലാവട്ടെ, ഇതൊക്കെ അകത്തുകൊണ്ട് സാധ്യമല്ല. അകത്ത് കൊണ്ടുവരാ. അവനിവിടെ താമസിച്ചാൽ ഞാനിവിടെ താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. വേണ്ട, എനിക്കൊരു നിർബന്ധമില്ല. അവനിവിടെ താമസിക്കുന്നത് മത്തായിച്ചൻ എന്താ നിർബന്ധം? ഓശാരത്തിനൊന്നല്ലോ, കാശ് എന്നിട്ടല്ലേ. ഓ, അവന്റെ വാടോട് ഞാൻ തന്നെ തീർന്നല്ലോ. 2 കൊല്ലായില്ലേ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഒരു 10 പൈസ നിന്റെ കൈ കൊണ്ട് എനിക്ക് തന്നിട്ടുണ്ടാ? പോണേ പോയിക്കടാ. പോവും. പോടാ. ഞാൻ പോവാ. പോണില്ലേ? പോണില്ലേന്ന്? ഇല്ല, പോണില്ല. എന്നിട്ട് ഞാൻ കാശുകാരോട് പറ്റിച്ചു പോയെന്ന് നാട്ടുകാരോട് പറഞ്ഞു നടക്കാനില്ലേ? 2 കൊല്ലത്തെ വാടക തികച്ചു തന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എടാ, വൃത്തി കാണിക്കരുത്. വൃത്തികേട് നീ കാണാതിരിക്കാനല്ലേ ഞാൻ കഥ കടച്ചത്. ഡാടാ, നീ എന്തിനാണ് പാറാവ് നിൽക്കണേ? മത്തായിച്ചേട്ടാ, ഇവർ ഇത്ര നേരം അലക്കിക്കൊണ്ടിരിക്കായിരുന്നു. ഞാൻ കേറാൻ വന്നപ്പോ ഓടിക്കരുതാ. ഒന്നിറങ്ങാൻ പറഞ്ഞേ, എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളതാ. പിന്നെ കക്കൂസിലല്ലേ ഇന്റർവ്യൂ? ഗോപാലകൃഷ്ണ, കുറച്ചേരം പുറത്തിറങ്ങിന്നേ. ഞാനിപ്പോ കയറിയതേ ഉള്ളൂ. മത്തായിച്ച, എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൈയടത്തരുത്. അവൻ ആവശ്യമുണ്ടായിട്ട് കയറിയിരിക്കുന്ന അല്ല. സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കാം. മത്തായിച്ചേട്ടാ, ഒന്ന് കയറി നോക്കിയേ. പിന്നെ നിന്റെയൊക്കെ മനം പരിശോധിക്കല്ലേ എന്റെ ജോലി. പോവാ ചക്ക അവിടുന്ന്. നിന്നെ നിന്നെ ഞാൻ എന്റെ അമ്മേ, പിഴ ബാലകൃഷ്ണനെ നിന്നെ ശരിയാക്കാൻ പറ്റില്ല. പിടിച്ചു മത്തായിച്ചേട്ടാ, ഞാൻ പിടിച്ചിട്ടുണ്ട്. വേഗം എണീച്ചു വാ. വന്ന് തടി. എന്നെ അങ്ങനെ ശരിയാക്കാൻ പറ്റില്ല. ഇനി നീ മലത്തിട്ടതായി എന്റെ പ്രശ്നമില്ല. നോക്കണ്ട. നോക്കിയിരിക്കാതെ കളിയുടെ കൊരങ്ങ. ഒന്നുകിൽ എന്റെ പേര് വിളിക്കണം, അല്ലെങ്കിൽ സാറേന്ന് വിളിക്കണം.
സമ്മതിച്ചെന്നെ കുരങ്ങൻ സാറേ രസം കയറി വരുമ്പോ നിങ്ങൾ ഇങ്ങനെ ഇനി അങ്ങനെ അവൻ വിളിക്കലോ വസ്തുര നീ ചുറ്റുപിടി ഫസ്റ്റ് പാർട്ടി ഇവിടെ ഇരിക്കുവാണോ ഞാൻ പെണ്ണുങ്ങളുടെ മുറിവ് തപ്പി വേഷം കെട്ടിക്കൊണ്ടിരുന്ന് കളിക്കുവാണ്. പിന്നെന്താ വേണം? വെളുക്ക ചവിട്ടിയാലെ കിട്ടുന്നത് 15 ഉലുവായ. അത് മേടിക്കാൻ പറ്റുന്ന പാട് നമുക്കറിയാം. ഇവിടെ ഒറ്റ അടിക്ക് 20 രൂപയാ. രാഘവ ലോന്റെ ശ്രീരാമൻ കയറാൻ സമയമായി. ലക്ഷ്മണ വാ. കേറായപ്പോ സൗകര്യമില്ലെന്ന് എന്ന് ഗിരിക്കാരനോട് പറ. ലക്ഷ്മണൻ ഇന്ന് സ്വല്പം ലേറ്റ് ആവും. അല്ല, ഈ സീത ശ്രീരാമനെയല്ലേ കല്യാണം കഴിക്കുന്നത്? അതിനെന്തിനാ ലക്ഷ്മണൻ പായി നോക്കി നിൽക്കാൻ? സീത ലക്ഷ്മണന്റെ കരുത്തെ മാലയിടുവാണെങ്കിൽ ലക്ഷ്മണൻ വരാമെന്ന് ഞാൻ ഗിരിക്കാരനോട് പറ. തമാശ കള. സമയമായി. ലക്ഷ്മണ വാ. പോയി താൻ പോവുക. ഇപ്പോഴേ പഠിക്കൂ. രാവ് പകലുള്ള ഈ ഉറക്കുളപ്പ് ചവിട്ടുമെല്ലാം കഴിഞ്ഞ് ഒരു 5 രൂപ കാശി ഒരിക്കുമ്പോ ആ കീരിക്കാടന്റെ മുഖം ഒന്ന് കാണണം. സമയത്ത് തട്ടേ കയറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അയാളൊന്ന് പഠിക്കട്ടെ. താൻ ചൂട്ടിട. വ്യക്തിവൈരാഗ്യം തോലിക്കാണിക്കാശാനെ ഇത് നമ്മുടെ ചോറല്ല, കഞ്ഞി. അതല്ലേ ദിവസവും ചണ്ണുന്നത്. ഇന്ന് അത് വേണ്ടെന്ന് വെച്ചേക്കാം. കൈമണി ചിലപ്പോ ചെല്ലടേ, ചിലപ്പോ ഏറെ വരുമ്പോ കട്ടയുടെ ആള്. എന്തായാലും ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ. മേലിൽ എന്നോട് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ ചെരുപ്പ് മോന്തലിരിക്കും പറഞ്ഞേക്കാം. രോഹിണി ആ കൂടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. രോഹിണിക്ക് എന്നെ അടിക്കണം, 1 2 അടിച്ചോ. പക്ഷേ ഇറങ്ങടോ. എനിക്ക് തെറ്റിപ്പോയി ആശാനെ, കംപ്ലീറ്റ് തെറ്റിപ്പോയി. നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നത് ഇതിനൊന്നുമല്ല. എന്ത് പറ്റി? പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. മാനം മര്യാദ കല ഇതൊക്കെ എനക്കെന്താണോ ബന്ധോ? മാനം മര്യാദ കാണിച്ചതിന് ചിലപ്പോ ആരെങ്കിലും കൈവച്ച് കാണും. ആരും ഒപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് പോണ അവിടുന്ന് ഒരു പണി എടുക്കുന്നുണ്ടല്ലേ? അവിടെ ഇരുന്നാ മതി. നിങ്ങളെ രണ്ടുപേരെ ഞാൻ എന്റെ ഡിയർ ഫ്രണ്ട്സ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഭാസ്കരോ, എന്തോ ഇതെന്തോ പാല വെക്കാനുള്ള പുറപ്പാടാ. അല്ലാതെ നമ്മൾ രണ്ടാളും ഡിയർ ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് ഇതുവരെ കരുതിയുണ്ടോ? ഇല്ല. എന്താ വെച്ചാൽ കാര്യം പറ. കല എന്റെ ചോറ. ആ ചോറ് നമ്മളും കഴിയാ. ആണേ, കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാനിതിനായിട്ട് നോക്കിയിട്ടില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാൽ മതി. ഇല്ലെങ്കിലേ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാ. നമുക്ക് ഞാൻ നോക്കിയില്ല കരിമുക്ക. പക്ഷെ അവള് കലാരംഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ തീക്താനുഭവമാണ് ഭാസ്കര. കാര്യം എന്താ പറയണോ? ചിലപ്പോ ഞാനൊരു സുന്ദരനായി പോയതുകൊണ്ടായിരിക്കും അല്ലേ? ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ആളാരാണോ? ഇനിയിപ്പോ അത് പുറത്തൊന്നും പറയണ്ട. നമ്മുടെ ആ വെളുത്ത പെണ്ണുണ്ടല്ലോ, അതിന്റെ പേരെന്താ? രോഹിണി. രോഹിണി എന്താ? വരട്ടെ. നീ എന്താ പറഞ്ഞപ്പോ കേൾക്കാത്തത്? ഇവൻ വെറുതെ പറയുന്നത്. അത് നല്ല കുട്ടിയാ. രോഹിണി ഒന്ന് പോടാ അവിടുന്ന്. ഭാസ്കര, എന്റെ അച്ഛനാണ് സത്യം. നോക്ക് നഗക്ഷതങ്ങൾ നോക്ക്. മത്തായിച്ചേട്ടന്റെ ദേഷ്യം കണ്ടാ തോന്നൂല ഞങ്ങളാണ് അവളെ സിനിമയിലോട്ട് വിളിച്ചോണ്ട് പോയത്. ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ടൊന്നുമല്ല അവള് പോയത്. ചീത്ത പറഞ്ഞില്ലെങ്കിൽ അവള് പോകും. പോകാൻ ഒരുങ്ങി തന്നെ വന്നത്. എങ്കിൽ നാറിപ്പോയനെ. ഇതിപ്പോ നല്ല ചീത്ത പറഞ്ഞിട്ടാണല്ലോ അവളെ പറഞ്ഞു വിട്ടതെന്ന് ഓർത്ത് മത്തായിച്ചേട്ടൻ സമാധാനപ്പെടാ. സിനിമ വേണ്ട, നാടകം മതി എന്ന് പറഞ്ഞ് വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കി വന്ന പെണ്ണിനെ എടവും വലവും നിന്ന് തെറി പറഞ്ഞ് ഓടിച്ചിട്ട് ഞാനിപ്പോ സമാധാനപ്പെടണല്ലേ? എടാ, ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി പറയാൻ കൊള്ളാവുന്ന ചീത്തയാണോ നിങ്ങളൊക്കെ പറഞ്ഞത്? പട്ടികളെ. അല്ല, അതിപ്പോ ഞാൻ ഒരതിപ്പോ ഇല്ല. അവളെ നീ ഇത്രയും ചീത്ത വിളിക്കേണ്ട യാതൊരു കാര്യമില്ല. ഞാനും ചീത്ത വിളിച്ച് ഒന്നും വിളിച്ചില്ലേ? നീ അവളെ ഗദ്ദെന്ന് വിളിച്ചില്ലേ? പിത്തക്കാടിന്ന് വിളിച്ചില്ലേ? അത് ഞാൻ മാത്രമല്ല, മത്തായിച്ചേട്ടനെ വിളിച്ചില്ലേ? ഞാൻ വിളിച്ചു. എനിക്ക് അധികാരമുള്ളൂ, ഞാൻ വിളിച്ചു. കാരണവന്മാർക്ക് അടുപ്പിലും തുറന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്, അത് ആദ്യം മനസ്സിലാക്കി. മത്തായിച്ചേട്ടൻ അടുപ്പിൽ അലമാരിൽ എവിടാന്ന് വെച്ചാൽ തട്ടിക്കോ. അതേപോലെയാണോ നീ സ്റ്റേജ് വെച്ച് അവിടെ കടന്നു കുട്ടിക്കല്ലേ നീ അടിച്ചത്? അതൊക്കെ എന്റെ ആക്ടിംഗ് അല്ലേ? ആക്ടിങ്. അവക്ക് ടൈമിംഗ് ഇല്ലാത്ത എന്റെ കുഴപ്പമാണോ? നമ്മൾ അടിക്കുമ്പോ ഇങ്ങനെ നിൽക്കണം. നമ്മൾ അടിക്കുമ്പോ മുഖം കൊണ്ടുവന്ന അടിയുള്ളൂ. അപ്പൊ നീ മനഃപൂർവ്വം അടിച്ചല്ല. നിനക്ക് മനഃപൂർവ്വം തോന്നി. അതാണ് ആക്ടിംഗ്. നിനക്കില്ലാത്തത്. ചുമ്മാ അല്ലടാ. ഫസ്റ്റ് ഡേ 24 നാടകം ബുക്ക് ചെയ്തു. പിന്നെ കൂടെ അഭിനയിക്കുന്നവർ അണപ്പല്ലടിച്ചളക്കിട്ടല്ലേ നാടകം ബുക്ക് ചെയ്യുന്നത്? വാഷ് പീസിന് അവളെ കട്ട ചോര തുപ്പിയത്. കട്ട ചോര. നന്നായി പോയി. നിന്റെ വൈഫൊന്നും അല്ലല്ലോ, പെങ്ങളൊന്നും അല്ലല്ലോ ഇത്ര ദണ്ണം വരാൻ. എനിക്കൊരു ദണ്ണമില്ല. അടുത്ത നാടകത്തിന് വേറെ നായിക ഉണ്ടായിക്കോണം. ഉണ്ടാക്കൂടാ. അവൾ ഈ ഭൂമിയിലെ അവസാനത്തെ നടിയൊന്നുമില്ലല്ലോ, വേറെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ. മത്തായിച്ചേട്ട അവൾക്ക് വരം 1000 എണ്ണത്തിന് ഞാൻ കൊണ്ടുവരും. 1000 എണ്ണത്തിന്. 1000 എണ്ണത്തിനെ കൊണ്ടുവന്നിട്ട് നിന്റെ അപ്പൻ ചെലവിന് കൊടുക്കടാ. എടാ, ഒരെണ്ണത്തിന് കൊണ്ടുപോടാ. ഒരെണ്ണത്തിന് അവിടെ പോലെ അഭിനയിക്കാൻ കഴിയുന്ന ഒരെണ്ണത്തിന് കൊണ്ടുപോവാ. ശരി, ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഇനി ഒരു നായികയെ കണ്ടെത്തിയിട്ടല്ലാതെ ഈ ഗോപാലകൃഷ്ണൻ വിശ്രമമില്ല. അവന്റെ നടിയെ കൊണ്ടുവരാനെന്ന് പറഞ്ഞ് കറുത്ത കണ്ണടയും ടൈയും കയ്യിലൊരു പെട്ടിയുമായിട്ട് അസൽ കോമാളി വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അവനെ വിളിച്ചൊന്ന് പറഞ്ഞേര്. കണ്ട അലവലായ നടികളെ ഒന്നും വിളിച്ചോണ്ട് വരരുത്. ഒടുക്കൻ നായകനാകാൻ എന്നെ കിട്ടത്തില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. നിനക്ക് വേണ്ടി ഞാൻ സുസ്മിതാ സെന്നെ കൊണ്ടുവരാം. അല്ലെങ്കിൽ വേണ്ട, ഐശ്വര്യ റായ് മതിയോ? ഒരണക്ക ട്രൂപ്പിന്റെ
ട്രൂപ്പിനെ പറ്റി എന്തെങ്കിലും ട്രൂപ്പിന്റെ അല്ല, ഒരു ഉണക്ക നായകനായ നീ ഞാൻ കൊണ്ടുവരുന്ന നായികയെ വെച്ച് അഭിനയിച്ചാ മതി. ഗോപാലകൃഷ്ണ ഓടാ മത്തായിച്ചേട്ടാ, ഒന്നിങ്ങോട്ട് നോക്കിയേ. ഒരു പെണ്ണുണ്ട്, 5 അടി പൊക്കം, മെലിഞ്ഞ ശരീരം, നല്ല വെളുത്ത നിറം, നീണ്ട മൂക്ക്, മനോഹരമായ കണ്ണുകൾ, ദാ ഇത്രയും മുടിയുണ്ട്. അസലായിട്ട് പാടും, ഡാൻസ് ചെയ്യും, അഭിനയിക്കും. അങ്ങനെ എടുത്തി മതിയോ? മതി, അത് മതി. ഇനി ഒന്നും ആലോചിക്കേണ്ട ഗോപാലകൃഷ്ണ, അവളെ ഫിക്സ് ചെയ്തേ. എങ്കിൽ അങ്ങനത്തെ ഒരുത്തിയാണ് എന്റെ മനസ്സിലുള്ളത്. കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കിട്ടും കിട്ടും. ഇവനല്ലേ പോകുന്നത്. മിനിമം 3 എണ്ണത്തിനെങ്കിലും കിട്ടും. ഒരെണ്ണത്തിനെ നാടകത്തിൽ എടുത്തിട്ട് ബാക്കി 2 എണ്ണത്തിനെ മത്താച്ചാട്ട് എടുത്തു. ഈ ചൂടുള്ള കാപ്പിയെ മോത്തോണ്ടല്ലോ. ഒരു കോമഡി പറഞ്ഞാൽ മനസ്സിലാവും. എന്താണ് ഇത്? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഉറങ്ങുന്നോ? ബാക്കിയുള്ളവരെ ഉറക്കം കളഞ്ഞിട്ട് നീ കിടന്നുറങ്ങുന്നോ? ഇതെന്ത് പാടെ? ഞാനാണ് നിന്റെ ഉറക്കം കളഞ്ഞത്. നീയല്ലേ എല്ലാം പറഞ്ഞത്? വെറുതെ നടന്നിരുന്ന എന്റെ മനസ്സിൽ തീ കോരിയിട്ടിട്ട് അവന്റെ ഒടുക്കത്തെ കൂർക്കമ്പലി. അതിന് നീ എന്നെ അവളോട് പറഞ്ഞില്ല, നിനക്ക് അവളോട് പ്രേമമൊന്നുമില്ലെന്ന്. പിന്നെന്താ അങ്ങനെ കൂടെ പറഞ്ഞെന്ന് വെച്ച് എനിക്കതിന് പറ്റണ്ടേ? അവളെന്റെ മനസ്സിന് പോകണ്ടേ? കുഴപ്പമായി എന്നാ തോന്നുന്നത്. അല്ല, എന്താണ് പിശാച പുറകെ കൂടെ ഒന്ന് പേടിപ്പിക്കുന്നത്? പേടിപ്പിച്ച ഞാനാണോ? നീയല്ലേ? ഞാൻ നിന്നെ സമാധാനിപ്പിക്കാൻ വന്നല്ലേ? സമാധാനിപ്പിക്കുന്നു? ഇങ്ങനെയാണോ സമാധാനിപ്പിക്കുന്നത്? ഞാൻ അച്ഛനും ചേട്ടന്മാരെ കുറിച്ച് ഓർത്ത് പേടിച്ചിരിക്കായിരുന്നു. അപ്പോഴാണ് അയാൾ പുറകെ കൂടെ ഒരു സമാധാനിപ്പീര്. ഇനിയിപ്പൊ പേടിച്ചിട്ട് എന്താടാ കാര്യം? നിനക്ക് ശരിക്കും പ്രേമം വന്നെങ്കിൽ നീ അങ്ങോട്ട് പ്രേമിക്കണം. ആരൊക്കെ എതിർത്താലും അവളെ കെട്ടണം. അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ പറ്റും. എനിക്ക് ഇനിയും പലതും ആലോചിക്കാനുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രി മുഴുവൻ നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാലോചിക്ക. ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്നാലോചിക്കാം. ഓക്കെ? ആലോചനക്കിടയിൽ ശല്യപ്പെടുത്തരുത്. ഗുഡ് നൈറ്റ്. നീ ഇവിടെ നില്ലേ, ഞാൻ പോയേച്ചു വരാം. ഞാൻ കൂടെ വരാം. നീ എന്ത് വരുന്നു? ഒരു ധൈര്യത്തിന്. എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല. എനിക്കുണ്ട്. എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യക്കുറവുണ്ട്. ചാകണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചാകണം. കൂട്ട് തല്ലി പൊട്ടിക്കണം. ചാട് ചാട്. कहती है तुम जब छोटे थे तो अपने जन्मदिन पर तुमने आदमी के काले को बैकवर्ड समझ लिया था। മുറുകെ പിടിച്ചോളാം. മോളിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ വിസിലടിച്ചാൽ മതി. വിസില് അപ്പോ നിന്റെ വീട്ടിൽ അറിയിക്കാം. പോടാ പുല്ലേ. तभी तो तुम्हें सजा दी गई थी, जबरदस्त सजा? और क्या, तुम्हारे डैडी ने कहा तुम घर में रहने लायक नहीं हो, फटाक से उठा के तुम्हें भेज दिया गया बॉडी। क्या देखा सी बकबक कर रही हो बॉबी? मत सुनना राजा बाबा, कोई संशय नहीं होता इसकी बात का। ये सच है क्या आंटी? तो खाया ही नहीं राजा बाबा। എന്താ പേടിച്ചതാ? हाँ बेटी, मैं उसे बहुत प्यार करता हूँ. मैं उसे शादी करना चाहता हूँ. ഇറങ്ങി പോ വേഗം. ആദ്യം എന്നെ ഇഷ്ടമാണെന്ന് പറ. അയ്യോ പോകാൻ. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഒന്ന് പോകാൻ. ഇഷ്ടമാണെന്ന് പറയാതെ പോകുന്ന പ്രശ്നമില്ല. ഞാൻ ആ ചായപ്പിക്കാണ്. ഇനി നേരം വെളുത്താലും ശരി, മാലു അവിടെ വന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറയാതെ ഞാൻ പോവില്ല. ഓക്കെ? അങ്ങോട്ട് എവിടെ പോണു? ഇങ്ങോട്ട്. ഞാൻ അതിനകത്ത് ഇരിക്കാൻ പോവാ. എന്തിന്? അതൊക്കെ വേറെ പ്ലാൻ ഉണ്ട്, നീ വിട്. ഇത് തീക്കളിയാണ്. തീക്കളിയാണ് എനിക്കിഷ്ടം. രാമഭദ്ര പറയുന്നത്. ഹലോ,
എന്താ അത്? ഇതാരായി ചായപ്പ് ഇങ്ങനെ തുറന്നിട്ടത്? എടാ ചക്ക, എന്നെ വിളിച്ചായിരുന്നോ? അതങ്ങോട്ട് പൂട്ടിട്ടാരാ? ഓ हम तुम एक कमरे में बंद हो. ആ പട്ടി അങ്ങോട്ട് അഴിച്ചു വിട്ടേക്ക്. വല്ലാത്ത കാല, ഒന്നും വിശ്വസിക്കാൻ വയ്യ. അല്ല, ഇതെന്താ ഈ പട്ടി അവിടെ തന്നെ നോക്കി വരയ്ക്കുന്നത്? എടാ ഇങ്ങോട്ടൊന്ന് വന്നേടാ. ഈ ചായപ്പിൽ വല്ല കുറുക്കനും കയറി ഒടിച്ചിരിക്കണോന്ന് നോക്കിയേ. നീ ഇവിടെ ചെല്ലടാ. പട്ടി കിടന്ന് ബഹളം വെക്കണ കണ്ട, ഒന്ന് ചെന്ന് നോക്കിയടാ. ടോർച്ച് നിർത്തടാ. നിക്കണ അവിടെ. നീ ആരാടാ നോക്കിയത്? ആര് നോക്കി? എവിടാ അവൻ? ആര്? നിന്റെ കൂടെ വന്നവൻ. ആരും വന്നില്ല. വേഗം ഇറങ്ങി വാ. വേഗം ഇറങ്ങി വരാൻ. മാലു അത് പറയാതെ ഞാൻ പോവില്ല. രാമഭദ്ര, ഞാൻ പറയണ കേക്ക്. പറ, ഞാൻ പോണോ വേണ്ടേ? ആരെങ്കിലും വരുന്നതിന് മുമ്പ് പോകാൻ. നിന്റെ കൂടെ വന്ന രാമഭദ്രൻ എവിടെയെന്നാടാ ചോദിച്ചത്? പട്ടി പറയുന്നുണ്ടോ ഇല്ലയോ? രാമഭദ്ര പ്ലീസ്. വേണ്ട, പറയുന്നില്ലേ വേണ്ട, ഞാൻ ഇതിനകത്തിരുന്നോളാം. വേണ്ട വേണ്ട വേണ്ട, നിക്ക്, പറയാം, ഞാൻ പറയാം. അവൻ ചായപ്പിലുണ്ട്. എനിക്ക് രാമഭദ്രന് ഇഷ്ടമാണെന്നല്ല, ജീവനാണ്, ജീവൻ. പോരെ? താങ്ക് യു മാലു, താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്.